അമ്മാറും യാസിറും സുമയ്യയും ബിലാലും ഖബ്ബാബും ഇങ്ങനെയുള്ള സഹാബികളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഖുർആൻ പറയുന്ന എന്താ? കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകൾ നിങ്ങൾ അടക്കി വെക്കുക, യുദ്ധം ചെയ്യാനായിട്ടില്ല. വഖീമുസ് സ്വലാത്ത വആതു സകാത്ത, നിസ്കരിക്കാൻ നോമ്പുക. എന്നിട്ട് ദീർഘകാലം, 1 മാസമല്ല 2 മാസമല്ല 1 കൊല്ലല്ല 10 കൊല്ലല്ല 13 കൊല്ലം ഇവരുടെ ആട്ടും തുപ്പും കൊണ്ട് മുസ്ലിങ്ങൾ ജീവിച്ചില്ലേ? എന്തേ സായുധമായിട്ട് പ്രതികരിക്കാഞ്ഞത്? എന്തേ സായുധമായിട്ട് തിരിച്ചടിക്കാത്തത്? ജിഹാദിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ അറിയാഞ്ഞിട്ടാ? ജിഹാദ് എന്താണെന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ അറിയാഞ്ഞിട്ടാ? അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ഭീരുവാണെന്ന് ഇവർ ചിലപ്പോൾ പറഞ്ഞു പോകും. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു തഫ്സീർ ഇറക്കിയിട്ടുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഒരു തഫ്സീർ അല്ല, ഒരു അധ്യായത്തിന്റെ തഫ്സീർ അല്ലെ, അൻഫാല്. എന്നിട്ട് ദുർവ്യാഖ്യാനം തീവ്രവാദത്തിന് തെളിവുണ്ടാക്കിക്ക തഫ്സീർ കൂടെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. നീണ്ട 13 കൊല്ലക്കാലം ഇവരിത് സഹിച്ചു ജീവിച്ചു, ക്ഷമിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഇസ്രായേലിൽ ക്ഷമിച്ചതുപോലെ, ബാക്കിയുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ക്ഷമിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂല് 13 കൊല്ലക്കാലത്ത് ക്ഷമിച്ചു. എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല? നമ്മൾ പറയുന്നത് ഇതാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. നമ്മൾ ക്ഷമിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. എന്തുകൊണ്ടായിരുന്നു തിരിച്ചടിക്കാതിരുന്നത്? അതിന് കാരണങ്ങൾ ഉണ്ടാകണം. ആ കാരണങ്ങള് മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. എന്തുകൊണ്ടാ തിരിച്ചടിക്കാതിരുന്നത്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൈകൾ അടക്കി വെക്കണം, യുദ്ധം ചെയ്യാനായിട്ടില്ല, നിങ്ങൾ നിസ്കരിക്കാൻ നോമ്പുവെക്കുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്തുകൊണ്ട് മക്ക രാജ്യത്ത് ജീവിച്ച മുസ്ലിങ്ങള് സായുധമായിട്ട് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് ജിഹാദ് ചെയ്തില്ല? അതിന് അദ്ദേഹം കാരണം പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഇസ്ലാമിന്റെ തുടക്കത്തില് മുസ്ലിങ്ങൾ മക്കയിലായിരുന്ന സമയത്തിൽ നിസ്കരിക്കാൻ അവരോട് കൽപ്പിച്ചു, സകാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു. ഞാൻ ആ വിശദീകരണം ഇങ്ങനെ വായിച്ചു പോവുകയാണ്, അറബി വായിക്കണില്ല, സമയമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, സകാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സകാത്തിന്റെ കണക്കുകളൊന്നും അന്ന് അവതരിച്ചിട്ടുണ്ടായിരുന്നില്ല. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വകാനൂ മഅമൂരീന ബിസ്സഫി വൽഅഫ്വി അൽ മുശ്രികീന വസ്സബ്രി ഇലാ ഹീനിൻ, ഒരു നിശ്ചിത സമയം വരെ അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുമായിരുന്നു അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നത്. എന്നിട്ട് ഇബ്നു കസീർ വിശദീകരിച്ചു, അവരാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സഹാബികൾ ഒന്ന് യുദ്ധം ചെയ്തിരുന്നെങ്കിലെന്ന്, ഒന്ന് തിരിച്ചടിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചവരായിരുന്നു സഹാബികൾ. പക്ഷേ എന്നിട്ടും അവരത് ചെയ്യാത്തതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. ആ കാരണങ്ങൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ലിഅസ്ബാബിൻ കസീറ, എന്തുകൊണ്ട് മക്ക രാജ്യത്തെ മുസ്ലിങ്ങൾ തിരിച്ചടിച്ചില്ല? അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങൾ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഒന്നിലധികം കാരണങ്ങൾ അതിനുണ്ട്. മിൻഹ, അതിൽപ്പെട്ട ഒരു കാരണം ഖില്ലത്തു അദദിഹിം ബിനിസ്ബതി ഇലാ കസ്റതി അദദി അദുവിഹിം. ഇതന്നെയാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. എന്താ കാരണമായിട്ട് പറഞ്ഞത്? ഇത് നമ്മൾ അൽമനാറിൽ എഴുതി വെച്ചതോ വിചിന്തനത്തിൽ എഴുതി വെച്ചതോ ഒന്നല്ല. ഇത് തഫ്സീറിന്റെ വിശദീകരണമായിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുക, എന്തുകൊണ്ട് മക്ക രാജ്യത്തെ മുസ്ലിങ്ങൾ സായുധമായിട്ട് പ്രതികരിച്ചില്ല? അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ചിലത് ഇതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഖില്ലത്തു അദദിഹിം, മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു. ബിനിസ്ബതി ഇലാ കസ്റതി അദദി അദുവിഹിം, ശത്രുക്കളുടെ എണ്ണവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, ശത്രുക്കൾ ഭൂരിപക്ഷമായിരുന്നു. ഇതാ അതിന്റെ ഒന്നാമത്തെ കാരണം. ആര് വിശദീകരിക്കുന്നത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറയുന്നതാ. അത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷം, അമുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദം ഉണ്ടായില്ല. ഇത് തന്നെയല്ലേ ഇന്ത്യ രാജ്യത്തും? ഇത് ഞാൻ തഫ്സീറിനാ ഉദ്ധരിച്ചത്, ഇബ്നു കസീറിന്റെ തഫ്സീറിനാ ഉദ്ധരിച്ചത്. ഇത് തന്നെയല്ലേ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതി? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മുസ്ലിങ്ങൾ കേവലം 8% മാത്രമേ ഇന്ത്യ രാജ്യത്തുള്ളൂ. എന്നിട്ട് വേറെ ചില കാരണങ്ങൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് ഇതാ, പ്രമാണബദ്ധമായിട്ടാ നമ്മുടെ നിലപാട്. ഇത് ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ള ചരിത്രം. ഇനി നമ്മൾ ആലോചിക്കുക, പിന്നീട് യുദ്ധം ഉണ്ടായി. എവിടെ വെച്ചിട്ടാ യുദ്ധം ഉണ്ടായത്? മദീനയിലെത്തിയതിനു ശേഷം യുദ്ധം ഉണ്ടായി. എന്തുകൊണ്ട് യുദ്ധം ഉണ്ടായി? മദീനയിലെത്തിയ സമയത്ത് വീണ്ടും ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായ സമയത്ത് വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങി, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ.
ആക്രമിക്കപ്പെട്ടവർക്ക്, പീഡിപ്പിക്കപ്പെട്ടവർക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദം ഇതാ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങി. അതേത് സമയത്താ ഇറങ്ങിയത്? നമ്മൾ ചില ആളുകൾ ചോദിക്കും, ഇനി എന്നാ സമയം, ഇനി എന്നാ നമുക്ക് ആയുധെടുക്കാൻ സമയം എന്നാ? ചില ആളുകൾക്ക് ഇതന്നെ പിടിക്കണം എന്നുള്ളതാ ചില ആളുകളെ വാശി, ഇതന്നെ പിടിക്കണം അവർക്ക്. എന്നിട്ട് അത് ജിഹാദാണെന്നും പറഞ്ഞിട്ട് നടക്കാണ് ചില ആളുകൾ. ആയുധെടുത്തത് എന്നാ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സായുധമായിട്ട് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഒരു അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിങ്ങളുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സായുധമായിട്ട് അവർക്ക് തിരിച്ചടിക്കണമെങ്കിൽ അതിന് പണ്ഡിതന്മാർ ചില ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനൊരു ഇമാറത്ത് വേണം, ഒരു ഇമാറത്ത് വേണം, ഒരു നേതൃത്വം വേണം, ഒരു അധികാരം വേണം, ഒരു ഭരണകൂടം ഉണ്ടാകണം. ആ നാട്ടിലുള്ള പണ്ഡിതന്മാര് പറയണം, നമുക്ക് ആയുധമെടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറയണം. ഒരു പ്രദേശത്തിലെങ്കിലും അധികാരം ഉണ്ടാകണം, മുസ്ലിങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടാകണം. ആ അധികാരം ഉണ്ടാകണം, അംഗീകൃത പ്രമാണയോഗ്യമായ പണ്ഡിതന്മാര് പറയണം, ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് ആയുധമെടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മദീനയിൽ ആയുധമെടുത്തു. എപ്പോഴാ ബദർ ഉണ്ടായത്? മക്കയിൽ ബദർ ഉണ്ടായില്ലല്ലോ. എന്തുണ്ടാകാതിരുന്നത്? മക്കയിലല്ലേ ബദറും മുഹദും ഖന്തക്കും ഉണ്ടാകേണ്ടത്? അവിടെ വെച്ചിട്ടല്ലേ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടത്? പക്ഷെ മക്കയിൽ ബദർ ഇല്ലല്ലോ, മക്കയിൽ ഉഹദ് ഉണ്ടായിട്ടില്ലല്ലോ, മക്കയിൽ ഖന്തക്ക് ഉണ്ടായിട്ടില്ലല്ലോ. മദീനയിൽ അത് ഉണ്ടായി. എന്തേ അതിന്റെ കാരണം? അവിടെ ഒരു ഭരണകൂടം ഉണ്ടായി, അവിടെ ചെറിയൊരു ഭരണകൂടം ഉണ്ടായി. അവിടെ അള്ളാന്റെ റസൂല് ഭരിച്ചു, അള്ളാന്റെ റസൂലിന്റെ തീരുമാനം ഉണ്ടായി, അള്ളാന്റെ വഹി വന്നു. ആ സമയത്ത് മുസ്ലിങ്ങള് തിരിച്ചടിച്ചു. അത് മുസ്ലിങ്ങൾ കുറെ ഉണ്ടായതുകൊണ്ടൊന്നല്ല, അവിടെ ഒരു ഭരണകൂടം ഉണ്ടായി, ഒരു ഇമാറത്ത് ഉണ്ടായി. ആ സമയത്ത് മുസ്ലിങ്ങൾ തിരിച്ചടിച്ചു. അങ്ങനെ ഒരു ഇമാറത്ത് ഇന്ത്യ രാജ്യത്തുണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നും ഇന്ത്യ രാജ്യത്തില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? നമുക്ക് തിരിച്ചടിക്കാനുള്ള സമയമായിട്ടില്ല. നമ്മൾ ക്ഷമിക്കുക തന്നെ വേണം, എന്നിട്ട് പ്രബോധനം ചെയ്യണം. എന്നിട്ട് ഇത് ജിഹാദാണെന്ന് പറഞ്ഞിട്ട് നടക്കുക ചില ആളുകൾ. എന്താ ജിഹാദ്? നട്ടപ്പാതിരക്ക് മുഖമൂടിട്ടിട്ട് പോയിട്ട് കത്തിയോണ്ട് കുത്തുക, എന്നിട്ട് ഓൻ ഒളിച്ചുവിടുക. ഇതാ ജിഹാദ് അല്ലെ? ഇന്ന് ജിഹാദ് എന്ന് പറഞ്ഞു നടന്ന് സംഘടന ഉണ്ടാക്കി അതിലേക്ക് പ്രസംഗിച്ച് ആളെ ചേർക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ ജിഹാദ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ബസ്സിന്ന് ഇറക്കിയിട്ട് കത്തിയോണ്ട് കുത്തിയിട്ട് കൊല്ലുക അല്ലെ? മാറാറുണ്ടായത് എന്താ? പുന്നാട്ടുണ്ടായത് എന്താ? അതേപോലെ തന്നെ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായത് എന്താ? മുഖമൂടിയിട്ടിട്ട് യുദ്ധം ചെയ്യണത്, ഒരാളെ പോയിട്ട് കൊല്ലണത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ജിഹാദ് ഉണ്ടോ കൂട്ടരെ? രാത്രിയിൽ പോയിട്ടൊരു ജിഹാദ്, രാത്രിയിൽ പോയിട്ട് ഇവര് ജിഹാദ് ചെയ്യുക. എന്നിട്ട് ഇവര് ചെയ്യേണ്ടത് എന്താ? പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർ ഹാജരാണെന്താ, ഞങ്ങള് ഇത് അത്ര ആളെ കൊന്ന് ഞങ്ങൾ വന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് സ്വർഗം കിട്ടണം വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജിഹാദാണെന്ന് പറയണം. എന്നിട്ട് അവർ ചെയ്യണത് എന്താ? അവർ കാശ്മീരിക്ക് ഒളിച്ചുവിടുക. പിന്നെ നമ്മൾ പത്രത്തിൽ കുറെ കാലം കഴിഞ്ഞിട്ട് വായിക്കുന്നു, കാശ്മീരിൽ ഇത് ആളുകളെ പിടിച്ചു, അവിടുന്ന് ഇത് വരുന്നു, ഇതാ കേരളത്തിലെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അഡ്രസ്സും കൊടുത്തിട്ട് കേരള പോലീസിന് കത്ത്. എന്നിട്ട് ഇവര് പോണത് കാശ്മീരിക്ക്, അതല്ലാത്ത പല നാട് വിട്ടുപോവുക. ഇങ്ങനൊരു ജിഹാദ് ഉണ്ടോ? ഇനി അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ മുസ്ലിങ്ങൾക്ക് പ്രതിരോധം കൊടുക്കാനെന്ന പേരിലാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ? മുസ്ലിങ്ങളെ പ്രതിരോധിക്കാം, മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയത്? ലോകത്ത്, കേരളത്തില് എന്താ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയത്? മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രതിരോധം ചെയ്യാൻ ഈ തീവ്രവാദികൾക്ക് പറ്റിയിട്ടുണ്ടോ? ഒന്നും പറ്റിയിട്ടില്ല. മാറാടെന്തേ, പുന്നാടെന്തേ, ബാക്കിയുള്ള താനൂരെന്തേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒന്ന് അല്ലെ, ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുത്തവരെ പുനരധിവസിക്കാൻ പോലും ഈ തീവ്രവാദ സംഘടനകൾക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പോലീസ് പിറ്റേന്ന് തെരഞ്ഞു വന്നിട്ട് ഇവന്റെ പെങ്ങളെ പിടിക്കുക, ഇവന്റെ ഭാര്യനെ